LDF-ലേക്ക് ഈ പാർട്ടി വന്നത് വ്യക്തമായ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ? ചവിട്ടിപ്പുറത്താക്കിയപ്പോഴല്ലേ LDF അഭയം കൊടുത്തത്? ആ അഭയം കൊടുത്ത LDF-നെ ഇനി തള്ളി പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിക്കോ റോഷി അഗസ്റ്റോ പോകാൻ പറ്റുമോ? മാത്രം റോഷി യഥാർത്ഥത്തിൽ ക്ലാരിറ്റിയുള്ള തീരുമാനമാണ്. റോഷിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണമികവ് ഈ സർക്കാരിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായി റോഷി അഗസ്റ്റിനെ അറിയുകയും ഇടുക്കിയിൽ വളരെ അനായാസം വിജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ റോഷിയെ സംബന്ധിച്ച് LDF-ൽ നടന്നു പോകുന്നത് ഒരു കാരണവശാലും സാധ്യമാകാത്ത കാര്യമാണ്. അവിടെ റോഷിയെ സംബന്ധിച്ച്, ജയരാജനെ സംബന്ധിച്ച്, പ്രമോദിനെ സംബന്ധിച്ചൊന്നും അതിൽ തർക്കമേ ഇല്ല. പിന്നെ പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലുമാണ് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നത്. ആ സംശയങ്ങൾ കൂടി ഇന്ന് ചെയർമാൻ്റെ വാക്കുകളോടുകൂടി അത് സ്ഥാനത്തായി മാറിയിരിക്കുന്നു. ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണിക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനം ഇതാണ്. മാത്രമല്ല, ഈ UDF-ലേക്ക് പോയിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരൂലേ? രാജ്യസഭാ സീറ്റ് രാജിവെച്ച് പാലായിൽ മാണി സി കാപ്പനോട് മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എന്താ? അതോടുകൂടി തീർന്നില്ലേ കേരള കോൺഗ്രസ്? അതോടുകൂടി അവസാനിക്കില്ലേ കേരള കോൺഗ്രസ്? എത്തിയില്ല. തിരുവമ്പാടി പോയി ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ പറ്റുമോ? തിരുവമ്പാടി ജോസ് കെ മാണിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കേരള കോൺഗ്രസിന്റെ ബന്ധത്തിനും അപ്പുറത്തേക്ക്. അപ്പോൾ ചുരുക്കത്തിൽ ജോസ് കെ മാണി ഇന്നെടുത്ത നിലപാടാണ് രാഷ്ട്രീയമായി ശരിയായ തീരുമാനം എന്നുള്ളത് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും അണികൾ തന്നെ വിശ്വസിക്കുന്നതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തിൽ ഒരു തുടർ ചർച്ചകളേ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചാപ്റ്റർ ക്ലോസ്ഡ് എന്നാണ് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്.